ആകാശവാണി വാർത്താ വീക്ഷണം. G20 ഉച്ചകോടിയും പശ്ചിമാഫ്രിക്കൻ മേഖലയിലെ മോദി മാജിക്കും. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. G20 ഉച്ചകോടിക്ക് പുറമെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനം അവസാനിച്ചപ്പോൾ ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നാം കണ്ടത്. നൈജീരിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണെങ്കിൽ ഗയാനയിലേക്ക് 50 വർഷത്തിനു ശേഷം അവിടെ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഗയാനയിൽ 10 കരാറുകളിലാണ് പ്രധാനമന്ത്രി ഒപ്പുവെച്ചത്. G20ക്ക് പുറമെ ഉഭയകക്ഷി ചർച്ചകളിലും ഗയാന, കാരിക്കോം ഉച്ചകോടികളിലും നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നൈജീരിയയിൽ ഊഷ്മളമായ ഔദ്യോഗിക സ്വീകരണമാണ് മോദിക്കായി ഒരുക്കിയിരുന്നത്. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ ഔദ്യോഗിക വസതിയിൽ 21 ഗൺ സല്യൂട്ടോടെ ആചാരപരമായ സ്വീകരണം നൽകി. ബോല അഹമ്മദ് ടിനുബുവുമായുള്ള കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും പുറമെ പ്രതിനിധിതല ചർച്ചകളും നടന്നു. സാംസ്കാരിക വിനിമയ പരിപാടി, കസ്റ്റംസ് സഹകരണം, സർവീസ് സഹകരണം എന്നീ 3 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. നൈജീരിയയിൽ അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസ സാമഗ്രികൾക്കും മരുന്നുകൾക്കും പ്രസിഡന്റ് ടിനുബു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിലൂടെ വികസ്വര രാജ്യങ്ങളുടെ ആശങ്കകൾ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾക്ക് പ്രസിഡന്റ് ടിനുബു നന്ദി അറിയിച്ചു. ഇന്ത്യ ആരംഭിച്ച മറ്റ് ഭൂസൗഹൃദ ഹരിത സംരംഭങ്ങളുടെ ഭാഗമാകാൻ പ്രസിഡന്റ് ടിനുബുവിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രതന്ത്രത്തിനും മികച്ച സംഭാവനകൾക്കും ദേശീയ അവാർഡ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ നൽകി ആദരിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി ഈ ബഹുമതി ഭാരതത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ദീർഘകാലത്തെ ചരിത്രപരമായ സൗഹൃദത്തിനുമായി സമർപ്പിച്ചു. 1969 ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിച്ചു. ബ്രസീലിലെത്തിയ അദ്ദേഹം റിയോ ഡി ജനീറോയിൽ നടന്ന G20യിൽ സാമൂഹിക ഉൾപ്പെടുത്തലും പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എതിരായ പോരാട്ടവും എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ ഉച്ചകോടിയിലും പ്രസക്തമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ 250 ദശലക്ഷം പേരെ ദാരിദ്ര്യത്തിൽ നിന്നും ഇന്ത്യ മുക്തരാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമെതിരായ ആഗോള സഖ്യമെന്ന ബ്രസീലിന്റെ സംരംഭത്തിനുള്ള പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന് അദ്ദേഹം വിവിധ രാഷ്ട്രതലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് റിപ്പബ്ലിക് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ചയിൽ ഹൊറൈസൺ 2024 രൂപരേഖയിലും മറ്റ് ഉഭയകക്ഷി പ്രഖ്യാപനങ്ങളിലും തീരുമാനിച്ച കാര്യങ്ങൾ കൂടുതൽ ശക്തിയുക്തമായി നടത്താൻ തീരുമാനിച്ചു. തുടർന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സ്റ്റാർമറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ എത്രയും വേഗം പുനരാരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഒരു സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിക്കുന്നതോടെ ശേഷിക്കുന്ന പ്രശ്നങ്ങൾ സംതൃപ്തമായി പരിഹരിക്കാനാകുമെന്നും ഇരുവരും പ്രതീക്ഷയർപ്പിച്ചു. നോർവേ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നോർവേയിൽ നിന്നുൾപ്പെടെ EFTA രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ പ്രാധാന്യം ആവർത്തിച്ചു. പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായി ആദ്യ കൂടിക്കാഴ്ചയും G20 ഉച്ചകോടിക്കിടെ നടന്നു. പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോണ്ടിനെഗ്രോയെ മോദി അഭിനന്ദിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധത്തിന് കരുത്തേകുന്നതിനും ഇന്ത്യയും ഇന്തോനേഷ്യയും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികമാണിതെന്നും ഈ അവസരം ഉചിതമായ രീതിയിൽ ആഘോഷിക്കണമെന്നും ഇരു നേതാക്കളും പറഞ്ഞു. ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോനിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരു പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള 5ാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. അടുത്ത 5 വർഷത്തേക്കുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഇറ്റലി ഇന്ത്യ സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ 2025-29 പ്രഖ്യാപിച്ചു. സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തിൽ G20 സെഷനിൽ പ്രധാനമന്ത്രി പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനം ഇന്ത്യയിൽ 3 ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2030ഓടെ ഊർജ്ജ കാര്യക്ഷമത നിരക്ക് ഇരട്ടിയാക്കാനും അമ്മയ്ക്കായി ഒരു മരം എന്ന യജ്ഞത്തിന് കീഴിൽ 1 വർഷം ശതകോടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ചിലി റിപ്പബ്ലിക് പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ട്, അർജന്റീനൻ റിപ്പബ്ലിക് പ്രസിഡന്റ് ഹാവിയർ മിലേയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അവിടെ നിന്നും ഗയാനയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി ജോർജ് ടൗണിലെത്തിയ മോദിയെ ഗയാന പ്രസിഡന്റ്
മുഹമ്മദ് ഇർഫാൻ അലി, ഗയാന പ്രധാനമന്ത്രി ബ്രിഗേഡിയർ മാർക്ക് ആന്റണി ഫിലിപ്സ് എന്നിവർ ആചാരപരമായി സ്വീകരിച്ചു. ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് അലി, ബാർബഡോസ് പ്രധാനമന്ത്രി മിയ അമോർ മോട്ട്ലെ, ഗ്രനാഡ പ്രധാനമന്ത്രി ഡിക്കൻ മിച്ചൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഭാരതീയരും ഇൻഡോ ഗയാനീസ് പ്രവാസികളും ആവേശോജ്വല സ്വീകരണമൊരുക്കിയിരുന്നു. ഗയാനയുമായി 10 മേഖലകളിൽ കരാറുകളിൽ ഏർപ്പെടാനായി. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണം, കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും ഉഭയകക്ഷി സഹകരണത്തിനുള്ള ധാരണാപത്രം ഗയാന നാഷണൽ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഗുജറാത്ത് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ധാരണാപത്രം തുടങ്ങിയവയാണ് ഒപ്പിട്ടത്. കാരിക്കോം ഉച്ചകോടിയിൽ നിരവധി പദ്ധതികൾക്കാണ് കാരിക്കോം രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായഹസ്തം നൽകിയത്. ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗ്രനാഡ പ്രധാനമന്ത്രിയും നിലവിലെ കാരിക്കോം അധ്യക്ഷനുമായ ഡിക്കൻ മിച്ചലും അധ്യക്ഷത വഹിച്ചു. 7 പ്രധാന മേഖലകളിൽ പ്രധാനമന്ത്രി കാരിക്കോം രാജ്യങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തു. കപ്പാസിറ്റി ബിൽഡിംഗ്, കൃഷിയും ഭക്ഷ്യസുരക്ഷയും, പുനരുപയോഗ ഊർജ്ജവും കാലാവസ്ഥാ വ്യതിയാനവും, നൂതനാശയവും സാങ്കേതികവിദ്യയും വ്യാപാരവും, ക്രിക്കറ്റും സംസ്കാരവും, മഹാസമുദ്ര സമ്പദ് വ്യവസ്ഥയും സമുദ്ര സുരക്ഷയും തുടങ്ങിയവയ്ക്കാണ് സഹായം പ്രഖ്യാപിച്ചത്. പൊതുസേവന വിതരണം വർദ്ധിപ്പിക്കുന്നതിനായി കാരിക്കോമിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം, ക്ലൗഡ് അധിഷ്ഠിത ഡിജി ലോക്കർ, UPI മാതൃകകൾ എന്നിവ വാഗ്ദാനം ചെയ്തു. കാരിക്കോം രാജ്യങ്ങളിൽ നിന്നുള്ള 11 യുവ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യയും കാരിക്കോമും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ 7-ദിന പദ്ധതിയെ കാരിക്കോം നേതാക്കൾ സ്വാഗതം ചെയ്തു. അടുത്ത ഇന്ത്യ കാരിക്കോം ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.